ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മളങ്ങനെ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ നല്ല മഴയായിരുന്നു, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചാറണുള്ളൂ, സീനൊന്നുമില്ല. പിന്നെ ഒരു സംഭവം കാണിച്ചാൽ കേട്ടോ, കണ്ടോ നമ്മുടെ ഫാമിൻ്റെ അവിടെ. അയ്യോ മയിൽ കണ്ടോ, മയിലിൻ്റെ ആണിൻ്റെ ചെറുതാന്ന് തോന്നുന്നു. ഇതേ പറഞ്ഞു കണ്ടോ, ഇവിടെ മയിലിനൊക്കെ കാണാൻ പറ്റും. അവിടെ എന്തോ ചെറുതുണ്ട്, എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. സോ ഇതാണ് ഇവിടെ നമുക്ക് കുറേ ബേർഡ്സും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ പോയി ഫാമിൽ എന്ത് പരിപാടിയും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ, ബാക്കി കാര്യങ്ങൾ വഴി കാണിച്ചാൽ. അപ്പോൾ ഫാമിൽ വന്നിട്ട് ഫാമിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഇവിടുത്തെ ഫാമിൻ്റെ ഓണറായിട്ടുള്ള സാറ് നമ്മളെ അടുത്ത് വിളിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഫാമിലിക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. സോ അത് മേടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. സോ അത് മേടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. നമ്മളങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെഫ്റ്റി ചാനൽസൊക്കെ അവർ ട്രാൻസ്പോർട്ടേഷനിൽ കൊണ്ടുവന്നപ്പോൾ ഫുള്ള് ചളി പിടിച്ചെടുക്കാണ്. സോ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നല്ല ഷൈനിങ് ആക്കണം. നമ്മളൊരു തുണിയെടുത്ത് തുടച്ച് സെറ്റാക്കാൻ തുടങ്ങാൻ പോവുകയാണ്. സോ നമ്മളിങ്ങനെ ഉരച്ച് ഒന്ന് വൃത്തിയാക്കിയ ശേഷം വേറൊരു തുണിയെടുത്തൊന്ന് തുടച്ചെടുക്കണം. സോ ഇച്ചിരി വെള്ളമാക്കിയിട്ട് ഇങ്ങോട്ട് തുടച്ചതിന് സെറ്റാണ്. ഇത്രയും ചളിയുണ്ട് ഗൈസ്, എന്തായാലും ചെയ്ത് തീർക്കട്ടെ. അപ്പോൾ അതേ നമ്മൾ പണി തീർത്തിട്ടുണ്ട്. സോ ഇവിടെയും ക്ലീനാക്കി, അവിടെയും ക്ലീനാക്കി, ഇനി അപ്പുറത്ത് രണ്ടെണ്ണം കൂടിയും ക്ലീൻ ചെയ്യാണ്ട്. സോ ഇതും ഇവിടെ വെറുതെ നോക്കിയാൽ ഞാൻ ഇപ്പുറത്തൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല, കണ്ടാൽ മനസ്സിലാവും. ഞാൻ ക്ലീൻ ചെയ്ത് അത്ര ഷൈനിങ് ആണ്, ക്ലീൻ ചെയ്യാത്ത എങ്ങനെയുണ്ടെന്നുള്ള ആ വ്യത്യാസം മനസ്സിലാവുന്നില്ലേ. ബാക്കി നമുക്ക് നാളെ ചെയ്യാം. എന്തായാലും ഇന്നത്തെ പണി ഇവിടെ വെച്ച് നിർത്താണ്. സോ ബാക്കി ഇനിയിപ്പോൾ നാളെ വന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നാളെ പണിയില്ലാത്ത അവസ്ഥയാണ്. സോ എന്തായാലും നാളെ ബാക്കി പണി ചെയ്യാം, അങ്ങനെയാണ് കാര്യങ്ങൾ. സോ ഇനിയിപ്പോൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും മഴയായി. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ, മഴ കുറയോ നിൽക്കുമോ എന്നുള്ളത് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് നോക്കി, മഴ നിൽക്കുന്നില്ല. പിന്നെ വെറുതെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതാണ് ഞാൻ ഇറങ്ങിയാണ്. സോ പോണ വഴിയിൽ എന്തെങ്കിലും ഉണ്ടോയെന്നെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഗൈസ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് കയറി വെക്കാൻ. സോ ഒന്ന് കയറി വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ സ്റ്റെപ്പ് കയറിയൊക്കെ പോകണം. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. നമുക്ക് മെനു വന്നിട്ട് എന്താ വേണ്ടതെന്ന് നോക്കട്ടെ. റോഡ് വ്യൂ ഉള്ള ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിലേക്ക് നോക്കിയാൽ ഇങ്ങനെ സൈഡ്, ഇപ്പോൾ മഴയാണ്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. സോ ഗൈസ്, കുറേ നാളായിട്ട് ഈ റൂട്ട് പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു കൊടൈക്കണ്ടയുടെ ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു മഞ്ഞ കളർ ഫ്ലൂസൻ്റ് മഞ്ഞ ലൈറ്റാണ്. സോ നമ്മൾ എപ്പോഴും രാത്രിയൊക്കെ ക്രോസ് ചെയ്ത് പോകുമ്പോഴൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കണ്ടിട്ട് കയറണം വിചാരിക്കാറുണ്ട്. പക്ഷേ അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത്. ജസ്റ്റ് ഒന്ന് കയറി ഒരു റാപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബഫലോ റാപ്പ് വന്നിട്ടുണ്ട്, സെറ്റായിട്ട് ബഫലോ സോസൊക്കെ ആയിട്ട് കഴിച്ചു നോക്കാം. നമുക്ക് സെറ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, കഴിച്ചു നോക്കാം. ഇനിയും പറയാനുള്ള സ്റ്റോക്ക് നോട്ട് കഴിക്കണം. പക്ഷെ ഒന്നും പറയാതെ സെറ്റ് സാധനം. ഇതുപോലത്തെ ഒരു റാപ്പ് ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഇതുവരെ കഴിച്ച റാപ്പുകളിലൊക്കെ ചെയ്യുമ്പോൾ ടോപ്പ് നോച്ച് ബഫലോ ചിക്കൻ റാപ്പിനാണ്. അതിൽ ചിക്കനൊക്കെ കഴിക്കുന്ന പ്രത്യേക ടേസ്റ്റാണ്, വേറെ ലെവലാണ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. സോ എൻ്റെ പൊന്ന ഗൈസ്, ഒന്നും പറയാനില്ല, ജീവിതത്തിൽ കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റ് റാപ്പ്, സീനായിട്ടുള്ള ബഫലോ ചിക്കൻ റാപ്പ്. വായിൽ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും വായിൽ നിൽക്കുന്നുണ്ട്. അത്രയും അടിപൊളിയായിട്ടുള്ള റാപ്പ് ആയിരുന്നു. സോ നല്ല വലുപ്പം ഉണ്ടായിരുന്നു, ഉള്ളിൽ ഫുൾ ചിക്കൻ ഫില്ല് ചെയ്ത് അങ്ങോട്ട് വെച്ചേക്കാൻ സീനായിരുന്നു ഗൈസ്, ഒരു രക്ഷൻ്റെ. സോ കൊടൈ കഫേ അടുത്ത കൂടെ നിങ്ങൾ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ മണ്ണുത്തി ടു മരത്താക്കര ഈ റൂട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ കയറി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. സീൻ ആംബിയൻസും നല്ല ഫുഡും കിടിലം ഫുഡും അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല, വെറുതെ കഴിക്കുന്നു മാത്രമേ ഉണ്ടായുള്ളൂ. സോ എന്തായാലും നാളെ അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവർക്കും ബൈ.